മെഡിക്കൽ ടേംസ് മെഡിസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു സിസ്റ്റം, ബോഡി സിസ്റ്റം തുടങ്ങുവാണ്. ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നു യൂറിനറി സിസ്റ്റം ചെയ്യണമെന്ന്. സോ ഇന്ന് നമ്മൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് ചെയ്യുന്നത്. ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്. സോ യൂറിനറി സിസ്റ്റം അല്ലെങ്കിൽ നമ്മൾ പറയും എക്സ്ക്രീറ്ററി സിസ്റ്റം എന്ന് പറയും. യൂറിനുമായിട്ട് ബന്ധപ്പെട്ട സിസ്റ്റം ആയതുകൊണ്ടാണ് യൂറിനറി സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ ഈ യൂറിനറി സിസ്റ്റത്തിൻ്റെ പ്രധാന ജോലി തന്നെ എക്സ്ക്രീഷൻ ആണ്. ഓക്കെ, നമ്മുടെ ചില പ്രത്യേക ടൈപ്പ് ഓഫ് വേസ്റ്റ് മെറ്റീരിയൽസിനെ ബോഡിയിൽ നിന്ന് കളയാനായിട്ടുള്ള ഒരു സിസ്റ്റം. അപ്പോൾ അതുകൊണ്ടാണ് എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞ് ആ ഒരു പേരിട്ടിരിക്കുന്നത്, എക്സ്ക്രീറ്ററി സിസ്റ്റം. ഓക്കെ, ദ സിസ്റ്റം വിച്ച് ഇസ് എക്സ്ക്ലൂസീവ്ലി ഫോർ എക്സ്ക്രീഷൻ, അതാണ് എക്സ്ക്രീറ്ററി സിസ്റ്റം. സോ യൂറിനറി ഓർ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിലെ ഓർഗൻസിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് നമുക്ക് പഠിക്കാം അനാറ്റമി. ബട്ട് ഇവിടെ ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഓർഗൻസ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഓർഗൻസ് യൂറിനറി സിസ്റ്റത്തിൽ ഉള്ളത് 2 കിഡ്നീസ് ആണ്. യു ക്യാൻ സീ ദ റൈറ്റ് കിഡ്നി ആൻഡ് ദ ലെഫ്റ്റ് കിഡ്നി. പിന്നെ അടുത്ത ഓർഗൻസ് എന്ന് പറയുന്നത് യൂറേറ്ററുകളാണ്. അതായത് ഓരോ കിഡ്നിയിലും 24 hours യൂറിൻ ഉണ്ടാകുന്നുണ്ട്, യൂറിൻ ഫോർമേഷൻ നടക്കുന്നുണ്ട്. സോ ഈ കിഡ്നിയിൽ ഉണ്ടാകുന്ന യൂറിനെ കൺവേ ചെയ്യാനുള്ള 2 ട്യൂബുകളാണ്. ഓരോ കിഡ്നിക്കും ഓരോന്ന് വെച്ചിട്ട് യൂറേറ്റേഴ്സ്. ഓക്കെ, റൈറ്റ് കിഡ്നിയിൽ നിന്ന് റൈറ്റ് യൂറേറ്റർ, ലെഫ്റ്റ് കിഡ്നിയിൽ നിന്ന് ലെഫ്റ്റ് യൂറേറ്റർ. ഈ 2 ട്യൂബുകളാണ് കിഡ്നിയിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്ന യൂറിനെ കണ്ടിന്യൂസ് ആയിട്ട് ബ്ലാഡർ എന്ന് പറയുന്ന ഒരു സാക്ക്, ഒരു നമ്മൾ മൂത്രസഞ്ചി എന്നൊക്കെ പറയും മലയാളത്തിൽ, ആ ഒരു സാക്കിലെ ഒരു മസ്കുലർ സാക്കാണ് ബ്ലാഡർ. സോ ബ്ലാഡറിലേക്ക് കൊണ്ടുവരുന്നത്. സോ ബ്ലാഡറിലാണ് യൂറിൻ സ്റ്റോർ ചെയ്യുക ഫോർ എ ടെമ്പററി പീരീഡ് ഓഫ് ടൈം, ഫോർ എ ബ്രീഫ് പീരീഡ് ഓഫ് ടൈം. സോ ബ്ലാഡർ ഫുള്ളാകുന്ന സമയത്ത് നമുക്ക് ആ ഒരു യൂറിനേറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു. സോ ആ ബ്ലാഡറിൻ്റെ താഴെ ഒരു വാൽവ് ഉണ്ട്, അത് റിലാക്സ് ചെയ്തിട്ടാണ് യുറേത്ര. ഓക്കെ, അടുത്ത ഓർഗനാണ് യുറേത്ര. മറ്റൊരു ട്യൂബാണ്, ഒരു സിംഗിൾ ട്യൂബാണ് വിച്ച് വിൽ ബി ക്യാരിയിങ് ദ യൂറിൻ ഫ്രം ബ്ലാഡർ ടു ദ ഔട്ട്സൈഡ് ഓഫ് ദ ബോഡി. അപ്പോൾ യുറേത്രയുടെ ടിപ്പിലാണ് യുറേത്രൽ ഓപ്പണിംഗ് ഉണ്ടാവുക, അതിൽ കൂടിയാണ് യൂറിൻ പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ 4 സെറ്റ് ഓർഗൻസ് ആണ്. 2 കിഡ്നീസ്, അവരുടെ ട്യൂബുകളായിട്ടുള്ള 2 യുറേറ്റേഴ്സ്, പിന്നെ ഒരു സിംഗിൾ ടെമ്പററി സ്റ്റോറേജ് ഏരിയ ഫോർ യൂറിൻ നോൺ ആസ് എ യൂറിനറി ബ്ലാഡർ, ആൻഡ് ഫൈനലി ദർ ഇസ് എ സിംഗിൾ ട്യൂബ് വിച്ച് ഇസ് ഡ്രെയിനിങ് യൂറിൻ ഫ്രം ബ്ലാഡർ ടു ദ ഔട്ട്സൈഡ് ഓഫ് ദ ബോഡി, അതാണ് യുറേത്ര. സോ നെവർ കൺഫ്യൂസ് ബിറ്റ്വീൻ യുറേറ്റേഴ്സ് ആൻഡ് യുറേത്ര. ഓക്കെ, യുറേറ്റേഴ്സ് എപ്പോഴും 2 ട്യൂബുകളാണ്, ബിക്കോസ് 2 കിഡ്നി ഉള്ളത് കൊണ്ട് 2 യുറേറ്റേഴ്സ്. യുറേത്ര ഇസ് എ സിംഗിൾ ട്യൂബ് കണക്റ്റിംഗ് ബ്ലാഡർ ടു ദ ഔട്ട്സൈഡ് ഓഫ് ദ ബോഡി. അപ്പോൾ ഇത്രയുമാണ് യൂറിനറി സിസ്റ്റത്തിലുള്ള ഓർഗൻസ്. പിന്നെ നമുക്കിവിടെ കാണാം ഓരോ കിഡ്നിയുടെ മുകളിലായിട്ട് ഒരു അഡ്രീനൽ അല്ലെങ്കിൽ സുപ്രാറീനൽ ഗ്ലാൻഡ് ഉണ്ട്, എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്. അഗെയിൻ കിഡ്നിയുടെ ഭാഗമല്ല, ബട്ട് അഗെയിൻ കിഡ്നിയുടെ മുകളിലിരിക്കുന്ന 2 ഗ്ലാൻഡ്, ഓരോ കിഡ്നിയുടെ മുകളിൽ ഓരോ സുപ്രാറീനൽ ഓർ എഡ്രിനൽ ഗ്ലാൻഡ്, എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെയാണ് ഈ യൂറിനറി സിസ്റ്റത്തിൽ ഓർഗൻസ്, പ്രത്യേകിച്ചും കിഡ്നീസ് ചെയ്യുന്ന ഫങ്ഷൻസ്. നമുക്കറിയാലോ കിഡ്നിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഓർഗൻ. ബാക്കിയുള്ളത് യൂറിനെ കൺവേ ചെയ്യാനുള്ളൊരു ട്രാക്റ്റാണ് അല്ലേ. ഇപ്പം നമ്മൾ പറഞ്ഞ യൂറേറ്ററുകളും ബ്ലാഡറും പിന്നെ യുറേത്രയും ഒക്കെ ഒരു കൺവേയൻസിനുള്ള ട്യൂബുകളും സാക്കും ഒക്കെയാണ്. So the main functions of the urinary system are done by the 2 kidneys. അപ്പോൾ അതാണ് നമുക്ക് നോക്കാൻ. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 5 ഫങ്ഷൻസ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. സോ വിൽ ഡിസ്കസ് 1 by 1. നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷൻ കിഡ്നിയുടെ എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ, ബ്ലഡിനെ ഫിൽട്ടർ ചെയ്യുന്നു, അങ്ങനെ യൂറിനും ഫോം ചെയ്യുന്നു. ഓക്കെ, ബ്ലഡ് ഫിൽട്ടർ ചെയ്യുക. കാരണം ചില ടൈപ്പ് ഓഫ് വേസ്റ്റ് മെറ്റീരിയൽസ്, പ്രത്യേകിച്ച് നമ്മൾ പറയും നൈട്രോജിനസ് വേസ്റ്റുകൾ എന്ന് പറയും. നൈട്രോജിനസ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ മറ്റ് പല എക്സ്ക്രീറ്ററി റൂട്ടുകളിൽ കൂടിയൊന്നും നമുക്ക് കളയാൻ പറ്റാത്ത ഒരു ടൈപ്പ് ഓഫ് വേസ്റ്റുകളാണ് ഈ നൈട്രജൻ കണ്ടെയ്നിങ് വേസ്റ്റ് എന്ന് പറയും. ഓക്കെ, ഇപ്പം നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡോ അല്ലെങ്കിൽ വാട്ടർ അല്ലെങ്കിൽ നമ്മുടെ ഫുഡിൻ്റെ അബ്സോർപ്ഷന് ശേഷം ബാക്കി വരുന്ന വേസ്റ്റ്, ഇതിനൊക്കെ നമുക്ക് പ്രത്യേക റൂട്ടുകളുണ്ട്. ബട്ട് അവിടെ അങ്ങനെയുള്ള റൂട്ട്സ് വഴി ഒന്നും നമുക്ക് എക്സ്ക്രീറ്റ് ചെയ്യാൻ പറ്റാത്ത നൈട്രജൻ കണ്ടെയ്നിങ് എന്ന് വെച്ചാൽ അത് പ്രോട്ടീൻസിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ ബോഡിയിൽ നടക്കുമ്പോൾ പ്രോട്ടീൻസ് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് ആണ് ഈ നൈട്രോജനസ് വേസ്റ്റ് എന്ന് പറയുന്നത്.
കാരണം അതിനകത്ത് പ്രോട്ടീനുകളുടെ ഒരു ഘടന നോക്കിയാൽ തന്നെ അതിൽ കാർബണും ഹൈഡ്രജനും ഓക്സിജനും മാത്രമല്ല ഉണ്ടായിരിക്കുക, അതിൽ നൈട്രജനും കൂടി ഉണ്ടാവും. സോ നൈട്രജൻ, അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോട്ടീൻസ് ബ്രേക്ക് ഡൗൺ ആകുമ്പോഴും അതിൻ്റെ വേസ്റ്റ് മെറ്റീരിയൽസിലും നൈട്രജൻ ഉണ്ടാവും. സോ നൈട്രജനസ് ആയിട്ടുള്ള വേസ്റ്റുകളെ നമുക്ക് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് മാത്രമേ പുറത്തേക്ക് കളയാൻ പറ്റുള്ളൂ. അല്ലാതെ ആസച്ച് അതിനെ നമുക്ക് നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുന്നതിൽ വഴിയോ അല്ലെങ്കിൽ സ്റ്റൂൾസ് വഴിയോ ഒന്നും നമുക്കതിനെ കളയാൻ പറ്റില്ല. സോ ദാറ്റ് ടൈപ്പ് ഓഫ് വേസ്റ്റ് ഹാവ് ടു ബി ഡിസോൾവ്ഡ് ഇൻ വാട്ടർ, അല്ലേ? വെള്ളത്തിൽ അലിയിച്ചിട്ട് വേണം അതിനെ പുറത്ത് കളയാൻ. സോ അതാണ് നമ്മൾ യൂറിൻ എന്ന് പറയുന്നത്. യൂറിൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി വേറൊന്നുമല്ല, ഇതുപോലെയുള്ള ചില വേസ്റ്റ് മെറ്റീരിയൽസിനെ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള ഒരു സൊല്യൂഷനാണ്. സോ യൂറിൻ ഇസ് ആക്ച്വലി എ സൊല്യൂഷൻ ഓഫ് വാട്ടർ വിത്ത് ദാറ്റ് നൈട്രജനസ് വേസ്റ്റ്, പിന്നെ അല്ലാതെ വേറെ കുറച്ച് കമ്പോണൻസ്. അപ്പോൾ ഇതാണ് കിഡ്നിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി. കണ്ടിന്യൂസ്ലി 24 hours കിഡ്നി എന്താണ് ചെയ്യുന്നത്? ബ്ലഡിനെ ഫിൽട്ടർ ചെയ്ത് ബ്ലഡിൽ ഉള്ള ഈ നൈട്രജനസ് വേസ്റ്റ്, പ്രധാനമായിട്ടും ഒരു 3 വേസ്റ്റ് പ്രോഡക്ട്സ് ആണ് അങ്ങനെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ പ്രോട്ടീൻ മെറ്റബോളിസത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. നമ്മളവരെ പറയുന്നതാണ് യൂറിയ, അതുപോലെ യൂറിക് ആസിഡ്, അതുപോലെ ക്രിയാറ്റിനിൻ. ഈ 3 വേസ്റ്റ് മെറ്റീരിയൽസ് ആണ് പ്രധാനമായിട്ടും നമ്മൾ ഈ നൈട്രജനസ് വേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നൈട്രജനസ് വേസ്റ്റിനെ ബ്ലഡിൽ നിന്ന് ഫിൽട്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നു കണ്ടിന്യൂസ് ആയിട്ട് കിഡ്നി. അതുകൊണ്ട് എന്താണ് ഗുണം എന്ന് വെച്ചാൽ ഈ നൈട്രജനസ് വേസ്റ്റ് ഒരു പരിധിയിൽ കൂടുതൽ ബ്ലഡിൽ വരില്ല. കാരണം ബ്ലഡിൽ ഇവർ എക്സസ് ആയി കഴിഞ്ഞാൽ അത് എപ്പോഴും നമ്മുടെ ബോഡിക്ക് മുഴുവനും ടോക്സിക് ആണ് ഈ വേസ്റ്റ് മെറ്റീരിയൽസ്. ഓക്കെ, യൂറിയ, യൂറിക് ആസിഡ്, ക്രിയാറ്റിനിൻ പോലെയുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് ഒരു പരിധിയിൽ ഒരിക്കലും കൂടാൻ പാടില്ല ബ്ലഡിൽ. ഓക്കെ, സോ ആ ഒരു നോർമൽ ലെവൽ ഓഫ് ദീസ് വേസ്റ്റ് ഇൻ ബ്ലഡ് അതേപടി നിലനിൽക്കാനുള്ള കാരണം എന്താണ്? കിഡ്നീസ് എപ്പോഴും ഇതുപോലെ കണ്ടിന്യൂസ്ലി ഇവരെ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവരെ ഫിൽട്ടർ ഔട്ട് ചെയ്ത് യൂറിൻ ഫോം ചെയ്ത് യൂറിനിൽ കൂടി ഇവരെ പുറത്ത് കളഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. സോ ദാറ്റ് ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് ദ കിഡ്നീസ്. ഓക്കെ, ഒരേ സമയം ഫിൽട്ടർ ചെയ്യുക, ഫിൽട്രേഷനിൽ നിന്നാണ് പിന്നെ യൂറിൻ ഫോർമേഷൻ നടക്കുന്നത്. അതൊക്കെ നമുക്കിനി ഡീറ്റെയിൽഡ് ആയിട്ട് കിഡ്നി ഫങ്ഷൻ പഠിക്കുമ്പോൾ ഫിസിയോളജി പഠിക്കുമ്പോൾ ഡിസ്കസ് ചെയ്യാം. സോ അതുകൊണ്ടാണ് നമുക്കറിയില്ല, ഇപ്പോൾ കിഡ്നി ഫെയിലിയർ ആയാൽ എന്താണ് സംഭവിക്കുക? ഇതുപോലുള്ള നൈട്രജനസ് വേസ്റ്റിനെ റിമൂവ് ചെയ്യാത്തത് കൊണ്ട് ഫൈനലി അവർ ബ്ലഡിൽ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യും. സോ നമ്മൾ പറയും റീനൽ ഫെയിലിയർ, യൂറിയ പോലുള്ള കമ്പോണൻസ് ഒക്കെ ബ്ലഡിൽ ധാരാളം ഭയങ്കരമായിട്ട് ഇങ്ങനെ കുമിഞ്ഞു കൂടുന്ന ഒരവസ്ഥ. ആൻഡ് ഫൈനലി അത് നമ്മുടെ ഓർഗൻസിനെ ഒക്കെ ഡാമേജ് ചെയ്യും. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദ ഫസ്റ്റ് ഫങ്ഷൻ. ഓക്കെ, രണ്ടാമത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത് മെയിൻ്റനൻസ് ഓഫ് വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ്സ് ആണ്. ഓക്കെ, കിഡ്നി ഒരു വെള്ളത്തിന് നമ്മൾ കുടിക്കുന്ന വെള്ളം എത്രയായാലും അല്ലെങ്കിൽ നമ്മുടെ ക്ലൈമറ്റ് എങ്ങനെയായാലും കിഡ്നിയാണ് ആക്ച്വലി നമ്മുടെ ബോഡിയിൽ വെള്ളം എത്ര ഉണ്ടാവണം എന്നുള്ളതിൽ ഒരു പ്രധാന ഒരു ഫാക്ടർ. അത് ഡിസൈഡ് ചെയ്യുന്നത് കിഡ്നിയാണ്. ഓക്കെ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ വെള്ളം അധികം കുടിക്കുന്നില്ല എന്ന് വെച്ചോളൂ, എന്നാൽ ഭയങ്കര ചൂടുമാണ്, പുറത്താണെങ്കിൽ നല്ല ക്ലൈമറ്റിക്കലി നോക്കുമ്പോൾ ഭയങ്കര ചൂടുമാണെങ്കിൽ നമ്മൾ അധികം വേർക്കുകയും ചെയ്യും, എന്നാൽ നമ്മൾ അധികം വെള്ളം കുടിക്കുന്നുമില്ല. സോ കിഡ്നി അവിടെ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, കിഡ്നി നമുക്ക് വെള്ളം അധികം കിട്ടാത്തൊരവസ്ഥയായതുകൊണ്ട് ബോഡിയിലേക്ക്, എന്നാൽ വെള്ളം അധികം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. സോ ഈ ഒരു അവസ്ഥയിൽ കിഡ്നി ചെയ്യുന്നത് എന്തായിരിക്കും? പരമാവധി വെള്ളം ബോഡിയിൽ റീറ്റെയിൻ ചെയ്യാൻ അത് ട്രൈ ചെയ്യും. കുറച്ച് വെള്ളം മാത്രം ഉപയോഗിച്ച് യൂറിൻ ഫോം ചെയ്യും. ഓക്കെ, യൂറിനകത്ത് ആ വെള്ളത്തിൻ്റെ അളവ് വളരെയധികം കുറയ്ക്കും. സോ ദാറ്റ് യൂറിൻ ബിക്കം കോൺസെൻട്രേറ്റഡ്. ഓക്കെ, അതുകൊണ്ടാണ് നമുക്കറിയാലോ സമ്മറിലൊക്കെ നമ്മൾ യൂറിൻ വളരെയധികം കോൺസെൻട്രേറ്റഡ് ആണ്, അല്ലേ? വെള്ളത്തിൻ്റെ അളവ് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇനി നേരെ മറിച്ച് നമുക്കൊരു തണുപ്പ് കാലം വരുമ്പോൾ നമ്മൾ അധികം സ്വെറ്റ് ചെയ്യുന്നില്ല. സോ നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ് ധാരാളമുണ്ട് എങ്കിൽ കൂടുതൽ വാട്ടർ യൂറിൻ വഴി കിഡ്നി എക്സ്ക്രീറ്റ് ചെയ്യും. ഓക്കെ, ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അത്രേ ഉള്ളൂ. ഓക്കെ, കിഡ്നിയുടെ ഒരു പ്രധാന ജോലിയാണ് വെള്ളത്തിൻ്റെ ബോഡിയുടെ ഒരു റിക്വയർമെൻറ്റ്, വെള്ളത്തിന് എത്ര റിക്വയർമെൻറ്റ് ബോഡിക്ക് ഉണ്ടെന്നനുസരിച്ച് ഇറ്റ് ക്യാൻ അഡ്ജസ്റ്റ് ദി എമൗണ്ട് ഓഫ് വാട്ടർ ലോസ്റ്റ് ഇൻ യൂറിൻ. ഓക്കെ, അപ്പോൾ അതാണ് വെള്ളത്തിൻ്റെ കാര്യം. എഗെയിൻ അതിന് നമുക്ക് ഹോർമോണുകളും ഒക്കെ അതിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. എല്ലാം കിഡ്നി എന്ന് പറയുമ്പോൾ കിഡ്നിയിൽ ചില ഹോർമോണുകളുടെ പ്രവർത്തനം മൂലമാണ് ഇത് നടക്കുന്നത്.
അതേപോലെ തന്നെ ഇലക്ട്രോലൈറ്റ്സ് അല്ലെങ്കിൽ മിനറൽസ് എന്ന് പറയും. നമ്മൾ പറയില്ലേ സോഡിയം, പൊട്ടാഷ്യം അല്ലെങ്കിൽ കാൽഷ്യം, ക്ലോറൈഡുകൾ, ബൈകാർബണേറ്റ്സ്, ഇതുപോലെയുള്ളവരെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റുകൾ, മിനറൽസ് എന്നൊക്കെ പറയുന്നത്. ഇവരുടെ എമൗണ്ടും കിഡ്നിക്ക് ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. എങ്ങനെ? അവർ എത്ര എമൗണ്ട് ഓഫ് ഈ മിനറൽസ് ആണ് യൂറിൻ വഴി നഷ്ടപ്പെടുന്നതെന്ന് വെച്ചിട്ട്. ഓക്കെ, ഇപ്പോൾ സപ്പോസ് നമ്മളൊരു സോൾട്ട് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഡയറ്റ്, നമ്മൾ ഉപ്പ് വളരെ കുറച്ചേ കഴിക്കുന്നുള്ളൂ ഫുഡിൽ, അങ്ങനെയാണെങ്കിൽ കിഡ്നി എന്താ ചെയ്യുക? പരമാവധി സോഡിയം യൂറിൻ വഴി ലോസ്റ്റ് ആവുന്നതിനെ തടയും. സോഡിയം പരമാവധി കിഡ്നി റീറ്റെയിൻ ചെയ്യും യൂറിനിലേക്ക് പോവാതെ. സോ കാരണം അതിന് പുറത്തുനിന്ന് സോഡിയം കിട്ടുന്നില്ല, ഉള്ള സോഡിയം അത് പിടിച്ചു വയ്ക്കണം. അപ്പോൾ ഇതേപോലെ ആ ഒരു ഹൗ മച്ച് ഓഫ് വാട്ടർ ഓർ ഇലക്ട്രോലൈറ്റ് ഇസ് ലോസ്റ്റ് ഇൻ യൂറിൻ എന്നുള്ളതിനെ കിഡ്നിക്ക് എപ്പോഴും നിശ്ചയിക്കാൻ പറ്റും. അങ്ങനെ അത് നമ്മുടെ ബോഡിയിൽ ഉള്ള വാട്ടറിൻ്റെയും മിനറൽസിൻ്റെയും അളവ് എപ്പോഴും നിയന്ത്രിക്കുന്നു, അതൊരു നിശ്ചിത ലെവലിൽ നിർത്തുന്നു. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഫങ്ഷൻ. മൂന്നാമത്തേത് ഒരു സെക്രീറ്ററി ഫങ്ഷനാണ്. കിഡ്നി ചില സെക്രീഷൻസും ഉണ്ടാക്കുന്നുണ്ട്. അതായത് റെനിൻ എന്ന് പറയും ഒരെണ്ണം, മറ്റേത് എറിത്രോപോയിറ്റിൻ. എറിത്രോപോയിറ്റിൻ ഞാൻ നേരത്തെ ബ്ലഡിൻ്റെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. എറിത്രോപോയിറ്റിൻ ഒരു ഹോർമോണാണ്. ഓക്കെ, കണ്ടോ, കിഡ്നി ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ഒന്നും അല്ല. നമുക്കറിയാം എൻഡോക്രൈൻ ഗ്ലാൻഡുകളാണ് പൊതുവെ ഹോർമോണുകൾ ഉണ്ടാക്കുന്നത്. ബട്ട് കിഡ്നി ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് അല്ലാഞ്ഞിട്ട് കൂടിയും ഇറ്റ് ഇസ് സെക്രീറ്റിംഗ് എ ഹോർമോൺ കോൾഡ് എറിത്രോപോയിറ്റിൻ. എറിത്രോപോയസിസ് എന്ന് പറഞ്ഞാൽ RBCകളുടെ ഫോർമേഷനാണ് ബോൺ മാരോയിൽ നടക്കുന്ന പ്രോസസ്സ്. എറിത്രോപോയസിസ്, ഫോർമേഷൻ ഓഫ് RBC, റെഡ് ബ്ലഡ് സെൽസ്. അപ്പോൾ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നൊരു ഹോർമോണാണ് എറിത്രോപോയിറ്റിൻ. ഓക്കെ, അപ്പോൾ എറിത്രോപോയിറ്റിൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, കൂടുതൽ എറിത്രോപോയിറ്റിൻ ഉണ്ടാകുന്നത് നമ്മുടെ ബ്ലഡിലൊക്കെ ഓക്സിജൻ വളരെയധികം കുറയുകയാണെങ്കിൽ കിഡ്നി വിൽ ബി സ്റ്റിമുലേറ്റഡ് ടു സെക്രീറ്റ് എറിത്രോപോയിറ്റിൻ. അപ്പോൾ അതിനനുസരിച്ച് ബോൺ മാരോയിൽ എറിത്രോപോയിറ്റിൻ ആക്ട് ചെയ്യും, കൂടുതൽ RBCകൾ അവിടുന്ന് ഉണ്ടാകും. സോ ഓക്സിജൻ്റെ അളവ് ബ്ലഡിൽ കൂടും. അപ്പോൾ അങ്ങനെ ഒരു ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നുണ്ട് കിഡ്നി, ദാറ്റ് ഇസ് എറിത്രോപോയിറ്റിൻ, ടു സ്റ്റിമുലേറ്റ് ദ ഫോർമേഷൻ ഓഫ് RBC. അത് ആക്ട് ചെയ്യുന്നത് എവിടെയാണ്? ബോൺ മാരോയിലാണ്. ഓക്കെ, ആൻഡ് റെനിൻ എന്ന് പറയുന്നത് ഒരു എൻസൈമാണ്. ഈ എൻസൈം പ്രധാനമായിട്ടും കിഡ്നി ഉണ്ടാക്കുന്നത് നമ്മുടെ ബ്ലഡ് പ്രഷർ കുറയുന്ന അവസ്ഥയിലൊക്കെയാണ്. ബ്ലഡ് പ്രഷർ കുറയുന്നു. ഓക്കെ, നമുക്ക് എന്താ പറയുക, നമ്മുടെ ആർട്ടറികളൊക്കെ ഇങ്ങനെ ഡയലേറ്റഡ് ആയി, അതിന് പല കാരണങ്ങളുണ്ടാവാം. ഓക്കെ, ചിലപ്പോൾ എന്താ പറയുക, എക്സസീവ് ബ്ലീഡിങ് ഉണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് അലർജി പോലെയുള്ള കണ്ടീഷൻസിലൊക്കെ നമുക്ക് അനാഫിലാക്സിസ് എന്ന് പറയും. അലർജി മൂലം നമുക്ക് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരാം, ബ്ലഡ് പ്രഷറൊക്കെ താഴ്ന്ന്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലൊക്കെ ആ ഒരു ലൈഫ് സേവിങ് ഒരു ഇഫക്റ്റായിട്ടാണ് അത് വരുന്നത് മെയിൻലി. സോ റെനിൻ്റെ ഉദ്ദേശം എപ്പോഴും ബ്ലഡ് പ്രഷർ കൂട്ടുക എന്നുള്ളതാണ്. ഓക്കെ, റെനിൻ ആക്ച്വലി കിഡ്നി ഉണ്ടാക്കുന്നത്, കിഡ്നിക്ക് തന്നെ എപ്പോഴും ഒരു മിനിമം ബ്ലഡ് പ്രഷർ ആവശ്യമാണ്. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഫിൽട്രേഷൻ, ബ്ലഡിനെ ഫിൽട്ടർ ചെയ്യണമെങ്കിൽ കിഡ്നി നീഡ്സ് എ മിനിമം ബ്ലഡ് പ്രഷർ. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിലും കൂടിയാണ് ഇത് ഉണ്ടാവുന്നത്. എപ്പോഴെങ്കിലും ബ്ലഡ് പ്രഷർ കുറയുകയാണെങ്കിൽ അതിനെ കൂട്ടാനായിട്ടുള്ള ഒരു എൻസൈമാണ് റെനിൻ. ഓക്കെ, റെനിൻ്റെ ഒരു രീതിയിൽ കൂടി, അത് റെനിൻ ആൻജിയോടെൻസിൻ സിസ്റ്റം എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെ ഫൈനലി ബ്ലഡ് പ്രഷർ കൂട്ടുന്ന ഒരു എൻസൈമാണ് റെനിൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ രണ്ട് സെക്രീഷൻസ് ആണ് കിഡ്നിക്ക്, റെനിൻ ആൻഡ് എറിത്രോപോയിറ്റിൻ. ഓക്കെ, ആൻഡ് ദെൻ കംസ് വൈറ്റമിൻ ഡിയുടെ ആക്ടിവേഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, വൈറ്റമിൻ ഡി നമ്മൾ ഫുഡിൽ കൂടി കഴിക്കുകയാണെങ്കിലും അതൊരു ഇനാക്റ്റീവ് ഫോമിലാണ് നമ്മുടെ ബോഡിയിൽ അത് എത്തുന്നത്, അബ്സോർബ് ചെയ്ത്. സോ അതുകൊണ്ട് തന്നെ അതിന് പല ആക്ടിവേഷൻസ് നടക്കേണ്ടതുണ്ട്. അതിലൊരു ആക്ടിവേഷൻ നടക്കുന്നത് കിഡ്നിയിലാണ്. അത് ഒരു ആക്ടിവേറ്റഡ് ഫോം ഓഫ് വൈറ്റമിൻ ഡി ആണ്, കാൽസിട്രയോൾ എന്ന് പറയും. അപ്പോൾ അത് ആ വൈറ്റമിൻ ഡിയുടെ കാൽസിട്രയോൾ എന്ന് പറയുന്ന ആക്ടിവേറ്റഡ് ഫോം ഉണ്ടാക്കുക എന്നുള്ളതും ഈ കിഡ്നിയുടെ ഒരു ഫങ്ഷനാണ്. അപ്പോൾ അങ്ങനെ വൈറ്റമിൻ ഡിയുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ മെയിൻലി കാൽഷ്യത്തിനെ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുക, അല്ലെ? വൈറ്റമിൻ ഡി ഇനഫ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ കാൽഷ്യം അബ്സോർപ്ഷൻ നടക്കുകയുള്ളൂ. അപ്പം അങ്ങനെ വൈറ്റമിൻ ഡി ഉണ്ടാവുകയും അതുപോലെ കൂടുതൽ കാൽഷ്യം അബ്സോർപ്ഷനെയും കിഡ്നി അങ്ങനെ സഹായിക്കുന്നുണ്ട്, വൈറ്റമിൻ ഡി ആക്ടിവേറ്റ് ചെയ്തിട്ട്. ഓക്കെ, ആൻഡ് ദാറ്റ് ആക്ടിവേറ്റഡ് ഫോം ഇസ് കോൾഡ് കാൽസിട്രയോൾ. ഓക്കെ, ആൻഡ് ഫൈനലി ആസിഡ് ബേസ് ബാലൻസ് നിലനിർത്തുന്നതിനും കിഡ്നിക്കൊരു റോളുണ്ട്. നമുക്കറിയാലോ, നമ്മുടെ ബ്ലഡിൽ എപ്പോഴും ഒരു കറക്റ്റ് pH ഉണ്ട്, ഒരു 7.4 എന്നൊക്കെ പറയുന്ന ഒരു pH ഉണ്ട്. ഒരു സ്ലൈറ്റ്ലി ആൽക്കലീൻ ആണ് ബ്ലഡ് ശരിക്കും, 7 മുകളിൽ 7.4 ഒക്കെ. സോ ഈ pH കൂടാനും പാടില്ല, കുറയാനും. കൂടിയാൽ നമ്മൾ പറയും
ലൈക്ക് ബ്ലഡ് കുറേയും കൂടി ആൽക്കലൈൻ ആയി എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് കോൾഡ് ആൽക്കലോസിസ്. കുറയുകയാണെങ്കിൽ നമ്മൾ പറയും ആസിഡോസിസ് എന്ന് പറയും. pH കുറയുന്നു. ഓക്കെ, ബ്ലഡ് ബിക്കംസ് അസിഡിക്. ഓക്കെ, സോ ഇത് രണ്ടും ഡേഞ്ചറസ് ആണ്. സോ ഈ ഒരു രീതിയിൽ മാറാതെ, pH മാറാതെ ബ്ലഡിൻ്റെ pH ഒരേപോലെ നിലനിർത്താനായിട്ട് കിഡ്നിയുടെ ഒരു പ്രധാന ജോലിയാണ് യൂറിനിലേക്ക് കുറേയധികം ഹൈഡ്രജൻ അയൺസ് വരുമ്പോഴാണ് ബ്ലഡിന് pH എന്താ പറയുക അസിഡിക് ലെവലിലേക്ക് മാറുക. സോ ഹൈഡ്രജൻ അയൺസിനെ പരമാവധി പുറന്തള്ളി, യൂറിനിൽ കൂടി പുറന്തള്ളി അത് pHനെ നിലനിർത്താനും സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഒരു എക്സ്ക്രീഷൻ എന്ന് പറയുന്നത് സെക്രീഷൻ ഓഫ് ഹൈഡ്രജൻ അയൺസ് എന്ന് പറഞ്ഞ ഒരു ടെക്നിക്കിൽ കൂടി ആണ് കിഡ്നി എപ്പോഴും pH നിലനിർത്തുന്നത്, ബ്ലഡിന് അസിഡിറ്റി വരാതെ നോക്കുന്നത്. അപ്പോൾ അങ്ങനെ ആസിഡ് ബേസ് ബാലൻസ്, ബ്ലഡിൻ്റെ pH കീപ്പ് ചെയ്യുന്നതിലും കിഡ്നിക്ക് ഒരു റോളുണ്ട്. സോ ദീസ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് ദ കിഡ്നി. സോ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ ഇവരുടെ ഡീറ്റെയിൽസ്, അനാറ്റമിയും കിഡ്നീസിൻ്റെ, അതുപോലെ യുരേറ്റർ, ബ്ലാഡർ ആൻഡ് യുരേത്ര, നമുക്കത് ഒരു ക്ലാസ്സിലെടുക്കാം. ആൻഡ് ഫോളോഡ് ബൈ നമുക്കതിൻ്റെ യൂറിൻ ഫോർമേഷൻ വീഡിയോസൊക്കെ ചെയ്യാം. സോ എല്ലാ വീഡിയോസും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു.